XYLEM Learning. Welcome back to our English class. So, എന്താണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് poem ആണ് the ant and the cricket അല്ലേ. കൂടുതൽ എന്താണ് ഞാൻ ആക്ച്വലി പറയേണ്ട കാര്യം ബിക്കോസ് എന്താണ് യു ക്യാൻ സീ ഹു ആർ സ്റ്റാൻഡിങ് ബിഹൈൻഡ് മീ. എൻ്റെ ബാക്കിൽ ആരാണ് ഇവിടെ നിൽക്കുന്ന രണ്ടുപേര് എന്നുള്ളത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. ഓക്കെ, സീ സോ ദ ആൻഡ് ആൻഡ് ദ ക്രിക്കറ്റ് എന്ന് പറയുന്ന പോം ദറ്റ് വി ഡിസ്കസ്ഡ് അല്ലേ, നമ്മളത് ക്ലാസ്സിലൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും എന്താണ് നമുക്ക് എപ്പോഴും എന്ത് വേണോ വി ഷുഡ് നോ ദ സമ്മറി അല്ലേ, നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം. നമുക്ക് അതിൻ്റെ എന്താണ് മൊത്തം ഒരു മീനിങ് അല്ലെങ്കിൽ എന്താണ് വാട്ട് ദ പോം ഈസ് അബൌട്ട് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കാം നമ്മൾ എന്താണ് ആ പോം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കാൻ പോവാണ്. വി ഗോയിങ് ടു ലേൺ ദ സമ്മറി ഓഫ് ദ പോം. നോക്കി ഇവിടെ ഫസ്റ്റ് എന്താ നമ്മൾ പറയുന്നത്, ദ പോം ടെൽസ് us a story of a forgetful cricket. There was a foolish young cricket who used to sing through the sunny and cheerful seasons of summer and spring. Actually ഇവിടെ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ആരെ തൊട്ടിട്ടാണ്, നമ്മുടെ പാവം എന്ന് പറയാൻ പറ്റില്ല അല്ലേ, മടിയനായിട്ടുള്ള, അതായത് ഒരിക്കലും എന്താണ് ഫ്യൂച്ചർ ഒന്നും ചിന്തിക്കാതെ ഉള്ള നല്ല സമയത്തൊക്കെ എന്താണ് ജസ്റ്റിൻ ബീബർ പോലെ പാട്ടുപാടി എന്താണ് ആസ്വദിച്ച് നടക്കുന്നത് നമ്മുടെ ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സി ദ പോം ടെൽസ് us the story of a forgetful cricket. എപ്പോഴും മറന്നു നടക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഫ്യൂച്ചർ മറന്നു നടക്കുന്ന, നാളെക്കുറിച്ച് ചിന്തിക്കാത്ത, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്ത നമ്മുടെ ക്രിക്കറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. There was a foolish young cricket. foolish എന്ന് പറയുന്നത് മണ്ടനായിരുന്നു പുള്ളി എന്ന് പറയുന്നത് അല്ലേ. നോക്കുക, he used to sing through sunny and cheerful seasons of summer and spring. summer seasonlo spring seasonlo ഒക്കെ ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ നമ്മുടെ ക്രിക്കറ്റ്. he always used to sing. ആകെ എന്താ ചെയ്യുക, പുള്ളി പാട്ട് പാടാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. he was so busy with his singing that he hardly found time to get food for winter. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പാട്ട് പാടിയിരുന്നത് കൊണ്ട് തന്നെ സമ്മർ സീസൺ കഴിഞ്ഞു, സ്പ്രിംഗ് സീസൺ കഴിഞ്ഞു, വിന്റർ സീസൺ ആയ സമയത്ത് എന്തായി, റെയിനി സീസൺ ആയി, ഫോഗായി, മഞ്ഞായി, എല്ലാം ആയില്ലേ. ആളെ കയ്യിൽ എന്തില്ല, ഫുഡ് ഇല്ല അല്ലേ, ഷോർട്ടേജ് ആയി ഭക്ഷണം. എന്ത് ചെയ്യും, ഹങ്ങോ, വിശപ്പുണ്ടാവും അല്ലെ, ആരെങ്കിലും സഹായിക്കോ, വെറുതെ പോയാൽ ആരെങ്കിലും ഫുഡ് കൊടുക്കോ, നോ. He never did anything for the future and was very sincere in his hard work. എന്ത് ചെയ്തിട്ടില്ല, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല, പുള്ളി ചെയ്തു വെച്ചിട്ടില്ല. As a result in winter, അതുകൊണ്ട് തന്നെ he found himself extremely hungry for food. വിന്റർ സീസൺ ആയപ്പോൾ എന്തായി, വീട്ടിൽ നോക്കിയപ്പോൾ ഒരു തരി ഭക്ഷണം കഴിക്കാനില്ല. he starving, ഭയങ്കരമായിട്ടുള്ള വിശപ്പ് അല്ലേ. എന്തില്ല, എവിടെ നോക്കുമ്പോൾ എന്താണ്, നോ ഫുഡ് അവൈലബിൾ ഇൻ ഹിസ് ഹോം. വീട്ടിൽ എവിടെ എന്തില്ല, ഫുഡ് ഒന്നുമില്ല. In chilly weather, almost without any food, he went to the ant for help. He thought he could borrow some livelihood and food. The ant, completely self-organized, mocked him for wasting time singing as an alternative for collecting food for winter. The ant lived with self-respect even in the bad time, while the cricket had to beg and could not survive winter. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് വിചാരിച്ചു തൊട്ടടുത്ത ആരുണ്ട്, വളരെ കഠിനാധ്വാനിയായിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള, ദൂരക്കാഴ്ചയുള്ള, ഓക്കെ, ആ ബുദ്ധിമാനായ ഉറുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, ant ഉണ്ട്. So he thought that he can go and meet the ant and he can എന്താണ് borrow some food അല്ലേ, കുറച്ച് ഫുഡ് എന്ത് ചെയ്യാം, കടം വാങ്ങി കൊണ്ടുവരാന്നാണ് ആര് ചിന്തിക്കുന്നത്, നമ്മുടെ ആന്റ് നമ്മുടെ ക്രിക്കറ്റ് ചിന്തിക്കുന്നത്. The lazy cricket left with a lesson. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തായി, നമ്മുടെ ആന്റ് എന്ത് ചെയ്തു, അവനൊരിക്കലും ഫുഡ് കൊടുത്തില്ല. In this poem, the poet explains the result of hard work and pre-planning that is important for everyone. Actually നമ്മുടെ ഈ പോയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, പ്രീ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ നാളെ കുറിച്ച് ചിന്തിക്കണം. നാളെ നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് ഭക്ഷണം വേണം, നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി നമ്മൾ ഇന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്താണ്, റെയിനി സീസൺ വരും, റെയിനി സീസണിൽ ഭക്ഷണം കിട്ടാൻ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ സമ്മറിൽ എന്ത് ചെയ്യണം, വി ഷുഡ് വർക്ക് വെരി ഹാർഡ് ആൻഡ് വി ഷുഡ് എന്താണ്, നമ്മളിത് എടുത്തു വെക്കണം എന്നുള്ള പാഠം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ, ഈ ചാപ്റ്ററാണ് അല്ലേ. നോക്കൂ നിങ്ങൾ, according to the poet, the four-legged cricket enjoyed the good times but never planned for the tough times in life. The poet compares cricket with human beings and said the two-legged crickets are human beings as they used to do the same. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ് ആക്ച്വലി മനുഷ്യരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ താരതമ്യം ചെയ്യുന്നുണ്ട്, കമ്പാരിസൺ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ, നമ്മുടെ രണ്ട് കാലുള്ള ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ,
വി ഹ്യൂമൻ. ഓക്കെ, നമ്മൾ മനുഷ്യരെയാണ്. മനുഷ്യരും എന്താണ്, നമ്മളിലും എന്തുണ്ട്, നാളെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്ന് വെറുതെ പാട്ട് പാടി ജോലി അടിച്ച് പഠിക്കാതെ കിടന്നുറങ്ങി മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങുന്ന ലേസി ആളുകളുണ്ട്. അപ്പോൾ ലേസി ആളുകൾക്ക് നാളെ എന്തായിരിക്കും, ടുമോറോ ദേ വിൽ ബി ഫേസിങ് എന്താണ്, സോറോ, ദുഃഖമായിരിക്കും അവർ ഫേസ് ചെയ്യുക. അതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹി റിമെമ്പേഴ്സ് us that. ഓക്കെ, now ഇവിടെ നോക്ക് നിങ്ങൾ, waste time when they had the opportunity and never do work on time. He wants such people to work hard and plan the future. അതുകൊണ്ട് എന്ത് വേണം, he wants such people to work hard and plan the future. ഇതെന്താ പറയുന്നത്, ഫ്യൂച്ചർ പ്ലാൻ he wants such people to work hard and plan the future. ഇദ്ദേഹം പറയുന്നത് എങ്ങനത്തെ ആളുകളാണ് ലോകത്തിന് ആവശ്യം, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് നാളെയിലേക്ക് വർക്ക് ചെയ്ത, ഡെഡിക്കേറ്റഡ് ആയി, കമ്മിറ്റഡ് ആയി, നല്ല നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആളുകൾ അവിടെമാര് നമ്മളെല്ലാവരും. ഇതാണ് എന്ത്, നമ്മുടെ ഈ ഒരു പോയത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന എന്താ പറയുക, ഒരു ലെസൺ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു സമ്മറി നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ഇനി നോക്ക്, മോറൽ ഓഫ് ദി പോം. എന്താണ് ആക്ച്വലി മോറൽ ഓഫ് ദി പോം? We should work hard for our purpose and in times of problem. Moreover, always remember that today's savings are tomorrow's income. എപ്പോഴും നമ്മൾ എന്ത് ഓർത്ത് വയ്ക്കണം, ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സേവിങ് ആണ് നാളത്തെ നമ്മുടെ എന്ത് ഇൻകം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. താഴെ എന്തുണ്ട്, മിസ് ഒന്നുകൂടി എന്ത് ചെയ്ത് സമ്മറൈസ് ചെയ്തിട്ട് ഷോർട്ട് ആക്കിയിട്ട് എന്തുണ്ട്, ഐ ഹാഡ് ഗിവൺ എ സമ്മറി ഹിയർ ദാറ്റ് യു ക്യാൻ യൂസ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ ആൻസർ എന്തെങ്കിലും വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇപ്പം എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എന്താണ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നോട്ട്സ് എന്തായിരിക്കും യു വിൽ ബി ഗെറ്റിംഗ് ത്രൂ അവർ ചാനൽ. സോ എന്താണ്, ഫോളോ ആസ് ബി വിത്ത് XYLEM. താങ്ക് യു.